സംസ്ഥാനത്ത് കോളനി എന്ന പദം എടുത്തു കളയണമെന്ന് കെ രാധാകൃഷ്ണൻ. അടിമത്തത്തെ സൂചിപ്പിക്കുന്ന പദമാണത്. പലർക്കും അപകർഷതാബോധമുണ്ടെന്നും പാർപ്പിട പദ്ധതികൾക്ക് കോളനി എന്ന പേര് ഒഴിവാക്കുമെന്നും രാധാകൃഷ്ണൻ വ്യക്തമാക്കി. കെ രാധാകൃഷ്ണൻ ക്ലിഫ് ഹൗസിലെത്തി മുഖ്യമന്ത്രിക്ക് രാജിക്കത്ത് കൈമാറിയ വിവരങ്ങളുമായി എസ് ശാലിനി ചേരുന്നു. ശാലിനി, ആലത്തൂരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട അംഗം ആണ്, ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട അംഗമാണ് കെ രാധാകൃഷ്ണൻ. അദ്ദേഹം മന്ത്രിസ്ഥാനം രാജിവെച്ചിരിക്കുന്നു. മന്ത്രിപദത്തിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു പരാമർശം, പ്രതികരണമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അതായത് കോളനി എന്ന പദം എടുത്ത് കളയും, അടിമത്തത്തെ സൂചിപ്പിക്കുന്ന പദമാണ് അത്. മറ്റ് എന്തൊക്കെ കാര്യങ്ങളാണ് കെ രാധാകൃഷ്ണൻ മാധ്യമങ്ങളോട് തുറന്നു പറഞ്ഞത്? അല്പസമയം മുമ്പാണ് ക്ലിഫ് ഹൗസിൽ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലെത്തി മന്ത്രിസ്ഥാനം വെച്ചത്. അതിനുശേഷമാണ് മന്ത്രി കെ രാധാകൃഷ്ണൻ, മുൻ മന്ത്രി, അദ്ദേഹം സ്പീക്കറുടെ ഓഫീസിലേക്ക് എത്തുന്നത്. അവിടെ എത്തി MLA സ്ഥാനവും പൂർണ്ണമായും രാജിവെച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു നിർണായക തീരുമാനത്തിന് കൂടി തുടക്കമിട്ടൊരു തീരുമാനം മാധ്യമങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിക്കുകയും അത് സംബന്ധിച്ചൊരു ഉത്തരവ് ഇപ്പോൾ പുറത്തിറക്കുകയും ചെയ്തിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ആലത്തൂരിൽ നിന്നും വിജയിച്ച MP ആണ്. അപ്പോൾ 14 ദിവസത്തിനുള്ളിൽ തന്നെ ആ ഒരു സ്ഥാനം ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട്. സ്വാഭാവികമായി അതിനു മുൻപ് തന്നെ ഈ ചുമതലകൾ ഒഴിയുക എന്നുള്ളതാണ് തന്നെ ഏൽപ്പിച്ചിട്ടുള്ള കർത്തവ്യം. അത് നിർവഹിച്ചിരിക്കുന്നു. അതിന് തൊട്ട് പിന്നാലെ തന്നെ ഈ അടിമത്തത്തെ സൂചിപ്പിക്കുന്ന പദത്തിന്റെ ഭാഗമായിട്ടുള്ള കോളനി എന്ന പദം എടുത്തു കളയുകയാണ് എന്നുള്ളതാണ് മന്ത്രി ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുൻപിൽ പറഞ്ഞിട്ടുള്ളത്. സംസ്ഥാനത്ത് കോളനി എന്ന പദം എടുത്തു കളയും, അതുമായി ബന്ധപ്പെട്ട ഉത്തരവ് ഔദ്യോഗികമായി ഇറക്കിയിട്ടുണ്ട് എന്നും മന്ത്രി വ്യക്തമാക്കുകയുണ്ടായി. പലർക്കും ഒരു അപകർഷതാ ബോധം ഇക്കാര്യത്തിൽ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പാർപ്പിട പദ്ധതികൾക്കടക്കം കോളനി എന്ന പേര് ഒഴിവാക്കുമെന്നും മന്ത്രി പറയുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും നീണ്ട വർഷത്തെ മന്ത്രിസ്ഥാനം അത് കഴിഞ്ഞതിന് ശേഷം ഔദ്യോഗിക പദവിയിൽ നിന്നും പോകുമ്പോൾ ഏറ്റവും സുപ്രധാനമായ ഒരു തീരുമാനം കൂടി എടുത്തതിന് ശേഷമാണ് മന്ത്രി പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. എന്തായാലും 22-ാം തീയതിയോട് കൂടി അദ്ദേഹം ഡൽഹിയിലേക്ക് പോവുകയാണ്. അതിന് മുന്നോടിയായിട്ടാണ് മന്ത്രിസ്ഥാനവും MLA സ്ഥാനവും ഔദ്യോഗികമായി രാജിവെച്ചിരിക്കുന്നത്. രാജിക്ക് മുന്നോടിയായിട്ടാണ് ഏറ്റവും സുപ്രധാനമായ ഒരു തീരുമാനം മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുമുള്ളത്. അനിൽ നമ്പ്യാർ. സംസ്ഥാനത്ത് കോളനി എന്ന പദം എടുത്തു കളയണമെന്ന് കെ രാധാകൃഷ്ണൻ. അടിമത്തത്തെ സൂചിപ്പിക്കുന്ന പദമാണ്. പലർക്കും അപകർഷതാ ബോധമുണ്ടെന്നും പാർപ്പിട പദ്ധതികൾക്ക് കോളനി എന്ന പേര് ഒഴിവാക്കുമെന്നും രാധാകൃഷ്ണൻ വ്യക്തമാക്കി. ക്ലിഫ് ഹൗസിലെത്തി കെ രാധാകൃഷ്ണൻ മുഖ്യമന്ത്രിക്ക് രാജിക്കത്ത് കൈമാറിയ ശാലിനിയാണ് വിവരങ്ങൾ നൽകിയത്.